വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ യാത്രയ്ക്ക് കുന്നമംഗലത്ത് വൻ സ്വീകരണം. സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തെ സാഹോദര്യ രാഷ്ട്രീയം കൊണ്ട് നേരിടുമെന്ന് റസാഖ് പാലേരി പറഞ്ഞു. ഇന്ത്യയിൽ ഗാന്ധിജിയെ കൊലപ്പെടുത്തി പ്രയാണം ആരംഭിച്ച മുന്നോട്ടു പോയ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഭരണത്തെ ഫാസിസ്റ്റ് ഭീകരതയുടെ ഭരണം എന്നേ പറയാൻ കഴിയൂ. പുസ്തകം വായിച്ചിട്ടൊന്നും അത് മനസ്സിലാകാത്തവരോട് ഇന്ത്യയുടെ തെരുവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യയിൽ എത്രയെത്ര മനുഷ്യരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തെരുവുകളിൽ ബുൾഡോസർ ഉരുളുന്നുണ്ട്. എന്തിനാ ബുൾഡോസർ ഉരുളുന്നത്? ഏറ്റവും ഒടുവിൽ യോഗി ആദിത്യനാഥിന്റെ UP-യിൽ എത്രയെത്ര കെട്ടിടങ്ങളാണ് തകർത്തത്. ബുൾഡോസർ രാജ് കൊണ്ട് 2017 മുതൽ 7.5 ലക്ഷത്തോളം ഈ നാട്ടിലെ പൗരന്മാരാണ് വീടില്ലാതെ പുറത്തായത്. 31 കോടി മനുഷ്യർ ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്തതുണ്ട്, ഭൂമിയില്ലാത്തവരുണ്ട്. അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയില്ല. RSSന്റെ ബുൾഡോസർ ഇന്ത്യൻ തെരുവുകളിലൂടെ ഉരുണ്ടപ്പോൾ അതിൽ തകർക്കപ്പെട്ട് വഴിയാധാരമായത് 7.5 ലക്ഷം ആളുകളാണ്. സുപ്രീം കോടതി അതുകൊണ്ടാ പറഞ്ഞത് അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ പിന്നെയും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ മത്സര ബുദ്ധിയോടെ മുന്നേറുന്ന ആൾ യോഗി ആദിത്യനാഥാണ്. എന്തിനാ യോഗി ആദിത്യനാഥ് ഇത്ര മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗോളടിക്കാൻ വേണ്ടിയാണ്. മുസ്ലിം പള്ളികൾ തകർത്ത്, മുസ്ലിം മദ്രസകൾ തകർത്ത്, ആരാധനാലയങ്ങൾ തകർത്ത്, വീടുകൾ തകർത്ത് ഗോളടിച്ചാൽ മാത്രമേ അടുത്ത പ്രധാനമന്ത്രി കസേരയിലേക്ക് യോഗി ആദിത്യനാഥിന് ഇടം കിട്ടുള്ളൂ. അങ്ങനെയുണ്ടല്ലോ ചിലര് മികവ് തെളിയിച്ചിട്ടൊക്കെ മേൽസ്ഥാനങ്ങളിലേക്ക് എത്താറുണ്ട്, പ്രമോഷൻ കിട്ടാറുണ്ട്. RSS പ്രമോഷൻ കിട്ടുക മനുഷ്യരെ കൊന്നാലും മുസ്ലിങ്ങളെ വീട് തകർത്താലും ആണ് എന്ന് ബോധ്യപ്പെട്ട ആളുകളാണ് നമ്മൾ. 1-ാം നമ്പർ ഉദാഹരണം നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെയാണ്. കുന്നമംഗലത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, സംസ്ഥാന സെക്രട്ടറിമാരായ ജ്യോതിവാസ് പറവൂർ, ഷംസീർ ഇബ്രാഹിം, ജില്ലാ സെക്രട്ടറിമാരായ ശശീന്ദ്രൻ പപ്പങ്കോട്, ജുമൈല NK, EP അൻവർ സാദത്ത് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അൻഷാദ് മണക്കടവ്, ട്രഷറർ TP ഷാഹുൽ ഹമീദ്, കൺവീനർ മുസ്ലിം പെരിങ്ങളും വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് നേതാക്കളായ തൗഹീദ അൻവർ, MA സുമയ്യ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അമീൻ, മണ്ഡലം കമ്മിറ്റി അംഗം MP ഫാസിൽ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KK അബ്ദുൽ ഹമീദ് MP, അഫ്സൽ ഇൻസാഫ് പടനിലം എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, ഗാനരചയിതാവ് ബാപ്പു വെള്ളിയറമ്പ്, പ്രഥമ പാലിയേറ്റീവ് വളണ്ടിയർ മീനാകുമാരി എന്നിവരെ ആദരിച്ചു. നേരത്തെ നടന്ന സൗഹൃദ വിരുന്നിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു. UC രാമൻ, ഖാലിദ് കിളിമുണ്ട, അരിയിൽ അലവി, ദിനേശ് പെരുമണ്ണ, വിനോദ് പടനിലം എന്നിവർ സംസാരിച്ചു.